കെ സ്റ്റെഫൻ കൂടി തുടരുന്നുണ്ട്. സ്റ്റെഫൻ, ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം അതിനെ ഏതെങ്കിലും തരത്തിൽ മാറി മറിയുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വലിയ രീതിയിൽ കേരളം ഒട്ടാകെ നോക്കിയ ഒരു സംഭവമാണ്. നിയമ പോരാട്ടം നടന്നതാണ്. കഴിഞ്ഞ ദിവസം പോലും വൈഷ്ണവ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നും. ഇങ്ങനെ ഒരു പരാമർശം ഉൾപ്പെടെ വന്നതോടുകൂടി ഇടത് കോട്ടയാണ് എന്ന് പറയുമ്പോഴും നിലവിലുണ്ടായ ഈ സംഭവ വികാസങ്ങൾ അതൊരു രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റിമറിക്കുമോ എന്നുള്ള രീതിയിലുള്ളൊരു കാര്യം കൂടിയാണ് ഈ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. എത്രത്തോളം ശക്തമായിട്ട് തന്നെ ഇടതിന് ഇനി മുന്നിലേക്ക് പോകേണ്ടി വരും? ആ ആത്മവിശ്വാസം കോൺഗ്രസ് ഇനി എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുന്നു? പൂജ, ഏതായാലും മുട്ടടയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ CPM-ഉം അതോടൊപ്പം തന്നെ കോൺഗ്രസും ആത്മവിശ്വാസത്തിലാണ്. കാരണം ഈ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് നേട്ടമാകും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ. അവർ ആ വാർഡിൽ പ്രത്യേകിച്ചും അവിടുത്തെ പ്രാദേശിക വിഷയങ്ങളും ഇപ്പോൾ ഈ കോൺഗ്രസ് നേരിട്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളുമെല്ലാം ആയിരിക്കും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുക. നേരത്തെ അമലി സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം അവിടെ അവരുടെ കരുത്തുറ്റ കോട്ടയാണ്. ഒപ്പം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ഒരു മികച്ച കൗൺസിലർ എന്ന രീതിയിൽ തന്നെ മുൻപ് കഴിഞ്ഞ കൗൺസിലിൽ പേര് കേട്ട ഒരാൾ കൂടിയാണ്. അംശു വാമദേവനാണ്. അപ്പോൾ ആ തരത്തിൽ CPM-നും വലിയ ആത്മവിശ്വാസമുണ്ട്. ഏതായാലും വലിയ മത്സരമാണ് അവിടെ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അത് ഏത് രീതിയിലൊക്കെ ജനങ്ങൾ അതിനെ ഏറ്റെടുക്കുമെന്നുള്ളതാണ് കാണേണ്ടത്. ഈ വിഷയം പ്രധാനമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അവിടെ ഉയർത്തി കാണിക്കും. ഒരു പക്ഷേ ഇതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈ സ്ഥാനാർത്ഥവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്ന കാര്യങ്ങൾ അതെല്ലാം തന്നെ അവതരിപ്പിക്കുക എന്നതായിരിക്കും ഏറ്റവും പ്രധാനമായും കോൺഗ്രസ് നീക്കമിടുക. കാരണം ആ തരത്തിലൊരു പ്രചാരണം ഒരുപക്ഷെ ഇപ്പോൾ തന്നെ കോൺഗ്രസ് തുടങ്ങിയിട്ടുണ്ടാകില്ലേ? പ്രത്യേകിച്ച് ഒരു തീരുമാനം വന്നില്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി പരാമർശത്തോടു കൂടി ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെ കോൺഗ്രസ് കളത്തിൽ ഇറങ്ങിയിട്ടില്ലേ അവിടെ? പൂജ, ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ചൂടേറിയ പ്രചാരണത്തിലേക്ക് രണ്ട് മുന്നണികളും നീങ്ങുകയാണ്. അപ്പോൾ ഈ ഹൈക്കോടതിയിൽ നിന്ന് CPM-ന് ഏൽക്കേണ്ടി വന്നിട്ടുള്ള രൂക്ഷ വിമർശനം, അപ്പോൾ അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തീരുമാനം തിരുത്തിയത്, ഇതൊക്കെയായിരിക്കും ഇനി കൂടുതൽ ഏതായാലും ജനങ്ങളിലേക്ക് എത്തിക്കുക. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇത്രയും നാൾ അവിടുത്തെ വാർഡിലെ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ വിഷയത്തോടൊപ്പം തന്നെ ഈ വൈഷ്ണവ് സുരേഷ് അവിടെ സ്ഥാനാർത്ഥിയായി വന്നതിൽ CPM-നുണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടായ അസഹിഷ്ണുത അതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഇനി ഏതായാലും കോൺഗ്രസ് വരുന്ന ദിവസങ്ങളിൽ നീങ്ങുക. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു മറുതന്ത്രം ഏതായാലും സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം ഇത്രയധികം പ്രതിസന്ധിയിൽ ഇപ്പോൾ CPM നിൽക്കുകയാണ്. കാരണം പ്രാദേശിക നേതൃത്വത്തിന്റെ ഒരു പ്രശ്നമായാൽ തന്നെ അവർ പരാതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും അതിലവർ പരാജയപ്പെടുകയും ചെയ്ത ഒരു നിലയിലേക്കാണ് ഇപ്പോൾ CPM എത്തി നിൽക്കുന്നത്. ഒപ്പം തന്നെ മറ്റു വാർഡുകളിലും വാഴോട്ടുകുണമായിക്കോട്ടെ, ഉള്ളൂരായിക്കോട്ടെ, ചെമ്പഴന്തി ആയിക്കോട്ടെ, അവിടെ എല്ലാം തന്നെ വിമത ഭീഷണിയും CPM-നെ സംബന്ധിച്ചിടത്തോളം നേരിടുന്നുണ്ട്. അങ്ങനെ പ്രാദേശിക പ്രശ്നങ്ങൾ ഒരുപാട് ഈ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM നേരിടുന്നുണ്ട്. അതിന്റെ എല്ലാം ഒരു പ്രശ്നങ്ങൾ CPM ഇപ്പോൾ അനുഭവിച്ചു വരികയാണ്. അതിനിടയിൽ ഈ വിഷയവും കൂടി ആകുമ്പോൾ എങ്ങനെ ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഏറെ എടുത്തു കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം. വരും ദിവസങ്ങളിൽ അതെല്ലാം വിശദീകരിച്ചുകൊണ്ടായിരിക്കും CPM-ന്റെ ഒരു പ്രചാരണം. സ്റ്റെഫനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിൽ വൈഷ്ണവ് സുരേഷ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. വൈഷ്ണയ്ക്ക് മത്സരിക്കാം എന്നുള്ള നിർണായകമായ തീരുമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ്.